Hi students, here is the fifth module for S5 BBA students for the subject Quantitative Techniques for Management, and the module is Probability. And in this module of Probability, you have to study the meaning and need for probability, the theorems of addition and multiplication, conditional probability, Bayes theorem, and the three types of variable: random, discrete and continuous, and the probability distribution, its meaning and characteristics, and also the meaning and characteristics of binomial, Poisson and normal distribution, and also the central limit theorem. Through this video, I would like to discuss with you about the meaning of probability and certain basic concept that comes under the probability theorems. Then, തിയറി ഓഫ് പ്രോബബിലിറ്റി നിങ്ങൾ കുറച്ച് പേരെങ്കിലും +2 പഠിച്ചിട്ടുള്ളതാണ്, സ്റ്റാറ്റിസ്റ്റിക്സിലൊക്കെ പഠിക്കാനുള്ളതാണ് നമുക്ക് പ്രോബബിലിറ്റി. സോ തിയറി ഓഫ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ബ്രാഞ്ചാണ്. അൺസർട്ടനിറ്റിക്ക് ഒരു ന്യൂമറിക്കൽ എക്സ്പ്രഷൻ അല്ലെങ്കിൽ ദ ന്യൂമറിക്കൽ മെഷർ ഓഫ് അൺസർട്ടനിറ്റി ഈസ് ഡീൽസ് വിത്ത് തിയറി ഓഫ് പ്രോബബിലിറ്റി. ഒരു ബെസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ വെതർ ഫോർകാസ്റ്റിംഗ്, അതിൽ മഴ പെയ്യാനുള്ള സാധ്യത അല്ലെങ്കിൽ പെയ്യാതിരിക്കാനുള്ള സാധ്യതയെ പറ്റിയാണ് അവർ പറയുന്നത്. ആ ഒരു സാധ്യത അവർ ന്യൂമറിക്കൽ ടേംസിൽ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാം ആ ഒരു ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റിയാണ് അവിടെ പറയുന്നതെന്ന് നമുക്ക് ചിന്തിക്കാം. അതായത് ലിറ്ററലി പ്രോബബിലിറ്റി എന്ന് പറയുന്ന ആ ഒരു വേർഡ് മീനിങ് ദ ചാൻസ് ഓഫ് ഹാപ്പനിങ് എന്നാണ്. If we express the change of happening of an uncertain event, that's very important, the event will be uncertain in nature. In numerical terms, it can be termed as probability of that event. And also you have to think that the value of probability will lies between 0 and 1. അത് എല്ലാ കേസിലും അങ്ങനെ തന്നെ ആയിരിക്കും. പ്രോബബിലിറ്റിയുടെ വാല്യൂ 0യ്ക്കും 1നും ഇടയ്ക്ക് തന്നെ ആയിരിക്കും. ഞാൻ പറഞ്ഞു പ്രോബബിലിറ്റി, ഒരു ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റിയുടെ വാല്യൂ ഇൻ ബിറ്റ്വീൻ 0 and 1 ആയിരിക്കും. അതിനെ നമുക്ക് സിംബോളിക്കലി ഈ കാണിച്ചിരിക്കുന്നത് പോലെ റെപ്രസെൻറ്റ് ചെയ്യാം. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അതായത് ഇനി നമുക്ക് കുറച്ചുകൂടി ഇതിന്, അതായത് പ്രോബബിലിറ്റി 0 ആവാം 1 ആകാം ചില കേസസിൽ. If the happening of an event is certain, the probability is said to be unity. That means 1. അതായത് നമുക്കിപ്പോൾ ഒരു പ്രോബ്ലം ചെയ്തപ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ പ്രോബബിലിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്തപ്പോൾ 1 ആണ് അതിൻ്റെ ആൻസർ കിട്ടിയതെങ്കിൽ ആ ഇവൻറ്റ് ഒക്കർ ചെയ്യാനുള്ള ചാൻസ് സർട്ടൺ ആണ്. അതായത് ആ അൺസർട്ടനിറ്റി മാറി അത് എന്തായി, സർട്ടൺ ആയിട്ടുള്ള ഒരു ഇവൻ്റ് ആയിട്ട് മാറി. ദാറ്റ് ഈസ് കോൾഡ് യൂണിറ്റി. ഇനി നേരെ മറിച്ച് ആ ഒരു പ്രോബബിലിറ്റി നമുക്ക് കിട്ടിയത് 0 ആണെങ്കിൽ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം ദാറ്റ് ഇവൻറ്റ് ഈസ് ഇംപോസിബിൾ. അങ്ങനെ ഒരു ഇവൻറ്റേ നടക്കാൻ ചാൻസ് ഇല്ല. സോ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം പ്രോബബിലിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഇറ്റ് മേ ബി ട്രൂ ഓർ നോട്ട് ട്രൂ. ദാറ്റ് മീൻസ് അങ്ങനെ ഒരു കാര്യം നടക്കാം, നടക്കാതിരിക്കാം. അപ്പം അങ്ങനെയുള്ള ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്, തിയറി ഓഫ് പ്രോബബിലിറ്റി യൂസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കുക ദ വാല്യൂ ഓഫ് പ്രോബബിലിറ്റി റേഞ്ചസ് ഫ്രം 0 to 1 ആൻഡ് ഇറ്റ് ഈസ് ഓൾവേസ് നോൺ നെഗറ്റീവ്. ഒരിക്കലും നെഗറ്റീവ് ആയിട്ടുള്ളൊരു നമ്പർ എന്തായിട്ട് വരില്ല, പ്രോബബിലിറ്റി ആയിട്ട് വരത്തില്ല. സോ വി ക്യാൻ ഡിഫൈൻ ദ പ്രോബബിലിറ്റി ആസ് a quantitative value of a chance that an event will take place in the face of favorable and unfavorable ways, both of which are equally likely. അതായത് നമുക്കറിയാം നമ്മൾ ഒരു ചാൻസ് ഓഫ് ഹാപ്പനിങ്ങിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇതൊരു ക്വാണ്ടിറ്റേറ്റീവ് വാല്യൂ ആണ്. എങ്ങനെ, ആ ഒരു ചാൻസ് എന്ന് പറയുന്നത് നമുക്ക് ഫേവറബിൾ ആവാം അല്ലെങ്കിൽ അൺഫേവറബിളും ആവാം. സോ ഇത് രണ്ടിനും രണ്ട് കാര്യം വരാനുള്ള ചാൻസും ഈക്വലാണ് അല്ലേ. സോ ഇങ്ങനെ ഈക്വലായിട്ട് ഫേവറബിളും അൺഫേവറബിൾ ചാൻസസും വരാനുള്ളതിൻ്റെ ഒരു ക്വാണ്ടിറ്റേറ്റീവ് വാല്യൂ റെപ്രസെൻറ്റേഷനാണ് തിയറി ഓഫ് പ്രോബബിലിറ്റിയിൽ പറയുന്നത്. സിംബോളിക്കലി നമുക്ക് ഈ ഒരു ഡെഫിനിഷനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, ആ ബോക്സിൽ തന്നിരിക്കുന്നത് പോലെ പി ഓഫ് എ ഇസ് ഈക്വൽ ടു എം ബൈ എം പ്ലസ് എൻ. ഇനി ഇതിനകത്ത് ഓരോന്ന് എന്താണെന്ന് നോക്കാം. പി ഓഫ് എ എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ദ പ്രോബബിലിറ്റി ഓഫ് ഹാപ്പനിങ് ഓഫ് ദ ഇവൻറ്റ് എ. എ എന്ന് പറയുന്ന ഇവൻറ്റ് ഹാപ്പൻ ചെയ്യാനുള്ള പ്രോബബിലിറ്റി. ദെൻ എം എന്ന് പറഞ്ഞാൽ ദ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ്. ഫേവറബിൾ ആയിട്ടുള്ള, നമുക്ക് പോസിബിളായിട്ട് പോസിറ്റീവായിട്ടുള്ള ഔട്ട്കംസ്.
ദെൻ n എന്ന് പറയുന്നത് ദ നമ്പർ ഓഫ് അൺഫേവറബിൾ ഔട്ട്കംസ്. നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. Therefore P of A is equal to നമുക്ക് എങ്ങനെ എഴുതാം? നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഓൾ പോസിബിൾ കേസസ്. That all possible cases includes both favorable and unfavorable cases. Basic terms and concepts. ഫസ്റ്റ് വൺ, റാൻഡം എക്സ്പെരിമെൻറ്റ്. നമ്മൾ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോയിൻ ടോസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഡൈ ത്രോ ചെയ്യുമ്പോഴൊക്കെ എന്ത് ചെയ്യാനുണ്ട്? ഇപ്പം ഒരു കോയിനാണ് ടോസ് ചെയ്യുന്നെങ്കിൽ ഹെഡും ടെയിലും അങ്ങനെ 2 ഔട്ട്കംസ് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ 2 or more ഔട്ട്കംസ് ഉള്ള എക്സ്പെരിമെൻറ്റിനെയാണ് നമ്മൾ റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ എസെൻഷ്യൽ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ റിസൾട്ട്സ് അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും. മോർ ദാൻ 1 റിസൾട്ടാണ് ഇതിനുള്ളത്. അതുപോലെ എക്സ്പെരിമെൻ്റ് നമുക്ക് റിപ്പീറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ദെൻ സെക്കൻഡ് വൺ, സാമ്പിൾ സ്പേസ്. റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ സിമ്പിൾ ഇവൻസിൻ്റെ ഒരു സെറ്റിനെയാണ് നമ്മൾ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. എ സെറ്റ് ഓഫ് ഓൾ പോസിബിൾ സിമ്പിൾ ഇവൻറ്റ്സ് ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ്. നമ്മളിപ്പോൾ കോയിൻ ടോസ് ചെയ്യുന്ന തന്നെ എടുക്കുകയാണെങ്കിൽ അവിടെ 2 സിമ്പിൾ ഇവൻറ്റ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ഹെഡും ഉണ്ട്, ടെയിലും ഉണ്ട്. സോ ബോത്ത് അത് രണ്ടിനെയും കൂടെ ചേർത്ത് നമ്മൾ സാമ്പിൾ സ്പേസ് എന്ന് പറയും. ഇൻഡിവിജ്വലി ഓരോന്നിനെയും നമ്മൾ സാമ്പിൾ പോയിൻ്റ് എന്ന് പറയും. So a particular outcome or an element in a sample space is called a sample point. Then trial and event. Trial and event എന്ന് പറയുമ്പോൾ റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ പെർഫോമൻസിനെ നമ്മൾ ട്രയൽ എന്നും അതിൻ്റെ ഔട്ട്കമിനെ നമ്മൾ ഇവൻ്റ് എന്നും പറയും. ഇപ്പോൾ നമ്മൾ കോയിൻ ടോസ് ചെയ്യുമ്പോൾ ആ ടോസ് ചെയ്യുന്നതിനെ ട്രയൽ എന്നും ചെയ്ത് കിട്ടുന്ന റിസൾട്ടിനെ നമ്മൾ ഇവൻ്റ് എന്നും പറയും. ദ നെക്സ്റ്റ് വൺ, സിമ്പിൾ ഇവൻ്റ് ആൻഡ് കോമ്പൗണ്ട് ഇവൻ്റ്. ഇതിൽ സിമ്പിൾ ഇവൻ്റ് എന്ന് പറഞ്ഞാൽ സിംഗിൾ ഔട്ട്കം ഉള്ള ഇവൻറ്റ്സിനെ നമ്മൾ സിമ്പിൾ ഇവൻ്റ് എന്നും കോമ്പിനേഷൻ ഓഫ് 2 or more സിമ്പിൾ ഇവൻറ്റ്സ് ഉള്ളതിനെ നമ്മൾ കോമ്പൗണ്ട് ഇവൻ്റ് എന്നും പറയും. കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ നമുക്ക് പറയാം. നമ്മളിപ്പോൾ ഒരു ഡൈ റോൾ ചെയ്യുമ്പോൾ അതിൽ 3 വരാനുള്ള പ്രോബബിലിറ്റി, ആ 3 എന്ന് പറയുന്ന ആ ഒരു ഡൈയിൽ ഒരൊറ്റ സ്ഥലത്തേ ഉള്ളൂ. സോ 1/6 is the probability of rolling a 3 on a die. ഇനി നമ്മൾ കോമ്പൗണ്ടിലേക്ക് പോകുമ്പോഴത്തേക്ക് the probability of rolling an even number less than 5 on a die നോക്കുകയാണെങ്കിൽ 2/6 എന്ന് കിട്ടും. കാര്യം എന്താണ്? അവിടെ ലെസ് ദാൻ 5ൽ 1, 2, 3, 4 ഈ 4 നമ്പേഴ്സ് ഉണ്ട്. അതിൽ ഈവൻ നമ്പേഴ്സ് ഏതൊക്കെയുണ്ട്? 2ഉം 4ഉം ഉണ്ട്. സോ ദ പ്രോബബിലിറ്റി ഓഫ് റോളിംഗ് ആൻ ഈവൻ നമ്പർ ലെസ് ദാൻ 5 ഓൺ എ ഡൈ എന്ന് പറയുന്നത് 2/6 ആണ്. അത് കോമ്പൗണ്ട് ഇവൻ്റ് ആണ്. വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, സിമ്പിൾ ഇവൻറ്റിൽ എപ്പോഴും ന്യൂമറേറ്റർ 1 ആയിരിക്കുമ്പോൾ കോമ്പൗണ്ട് ഇവൻറ്റിൽ എപ്പോഴും ന്യൂമറേറ്റർ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. അതായത് നമ്മൾ ന്യൂമറേറ്ററായിട്ട് എഴുതുന്നത് ദ നമ്പർ ഓഫ് ടൈംസ് ഇറ്റ് ക്യാൻ ഒക്കർ ആണ്. അത് സിമ്പിൾ ഇവൻറ്റിൽ 1ഉം കോമ്പൗണ്ട് ഇവൻറ്റിൽ ഗ്രേറ്റർ ദാൻ 1ഉം ആയിരിക്കും. ഈക്വലി ലൈക്ലി ഇവൻറ്റ്സ്, അതായത് 2 ഇവൻറ്റ്സിനെ നമുക്ക് ഈക്വലി ലൈക്ലി എന്ന് പറയണമെങ്കിൽ ബോത്ത് ഓഫ് ദം ഹാവ് ഈക്വൽ ചാൻസസ് ടു ഒക്കർ. അതായത് നമ്മളിപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റത്തില്ല ഹെഡാണോ ടെയിലാണോ വീഴാനുള്ളതെന്ന്. ഹെഡ് വീഴാനും അവിടെ പ്രോബബിലിറ്റി ഉണ്ട്, ചാൻസ് ഉണ്ട്. ടെയിൽ വീഴാനും ചാൻസ് ഉണ്ട്. അങ്ങനെ ഈക്വൽ ചാൻസ് ഉള്ള 2 ഇവൻറ്റ്സിനാണ് നമ്മൾ ഈക്വലി ലൈക്ലി ഇവൻറ്റ്സ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ടേം, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ ഇഫ് 2 events are taken as mutually exclusive, the happening of one prevents the happening of another at the same time. ആ ഒരു ഇവൻ്റ് നടക്കുന്ന സമയത്ത് തന്നെ ഒരു ഇവൻ്റ് മറ്റൊരു ഇവൻ്റ് വീഴാനുള്ള അല്ലെങ്കിൽ മറ്റൊരു ഇവൻ്റ് ഹാപ്പൻ ചെയ്യാനുള്ള ആ ഒരു ചാൻസിനെ പ്രിവെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള ഇവൻറ്റ്സിനെ നമ്മൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് എന്ന് പറയും. ഈ കോയിൻ്റെ കാര്യം തന്നെ എടുക്കുമ്പോൾ നമ്മൾ കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഒന്നുകിൽ ഹെഡ് വീഴാം അല്ലെങ്കിൽ ടെയിൽ വീഴാം. ഒരിക്കലും രണ്ടും കൂടി വരത്തില്ല. ഏതെങ്കിലും ഒന്നേ അവിടെ പോസിബിൾ ആകത്തുള്ളൂ. സോ ഹെഡ് വീഴാണെങ്കിൽ ടെയിൽ വീഴാനുള്ള പ്രോബബിലിറ്റി അല്ലെങ്കിൽ ചാൻസ് അത് പ്രിവെൻറ്റ് ചെയ്തു. ടെയിലാണ് വീഴുന്നതെങ്കിൽ ഹെഡ് വരാനുള്ള ചാൻസ് അവിടെ പ്രിവെൻറ്റ് ചെയ്തു. അങ്ങനെ ഒന്നിൻ്റെ ഹാപ്പനിങ് മറ്റൊന്നിനെ പ്രിവെൻറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് എന്ന് പറയുന്നത്. Then next, independent event and dependent event.
ഇഫ് ദ ഒക്കറൻസ് ഓഫ് വിച്ച് ഡസൻ ഡിപ്പെൻഡ് അപ്പോൺ ദ ഒക്കറൻസ് ഓഫ് എനി അതർ ഇവൻറ്റ്, ഒരു ബന്ധവുമില്ലാത്ത, അതായത് രണ്ട് ഇവൻറ്റ്സ് വരുമ്പോഴത്തേക്ക് തങ്ങളിൽ റിലേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഇവൻറ്റ്സിനെ നമ്മൾ ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു കോയിൻ 2 തവണ ടോസ് ചെയ്യുമ്പോൾ രണ്ടാമത് ടോസ് ചെയ്ത് കിട്ടുന്നതിന് റിസൾട്ടിനെ ഫസ്റ്റ് എഫക്റ്റ് ചെയ്യില്ല, നേരെ തിരിച്ചും എഫക്റ്റ് ചെയ്യില്ല. സോ അങ്ങനെ ഒക്കറൻസിനെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുന്ന ഇവൻറ്റ്സിനെ നമ്മൾ ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് എന്ന് പറയും. നേരെ മറിച്ച് ഡിപ്പെൻഡൻറ്റ് ഇവൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒന്നിൻ്റെ ഒക്കറൻസ് മറ്റൊന്നിനെ എന്ത് ചെയ്യും, ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതിനെ നമ്മൾ ഡിപ്പെൻഡൻറ്റ് ഇവൻറ്റ്സ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഒരു ബാസ്ക്കറ്റിനകത്ത് ഇപ്പോൾ 6 വൈറ്റ് ബോൾസും 4 ബ്ലാക്ക് ബോൾസും ഉണ്ടെന്ന് കരുതുക. അതിൽ നമ്മൾ റാൻഡമായിട്ടൊരു ബോളിഞ്ഞെടുത്തു. അങ്ങനെ റാൻഡമായിട്ട് എടുത്തപ്പോഴത്തേക്ക് അങ്ങനെ എടുത്തതിൽ വൈറ്റ് ബോൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി 6/10 ആണ് അല്ലേ. 6 ടോട്ടൽ 10 ബോൾസ് ഉണ്ട്, അതിൽ 6 വൈറ്റ് ആയതുകൊണ്ട് ഒരെണ്ണം റാൻഡമായിട്ട് എടുക്കുമ്പോൾ 6/10 ആണ് അതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. സോ വി ഡ്രോൺ അനദർ ബോൾ വിത്തൗട്ട് റീപ്ലേസിങ് ദ ഫസ്റ്റ് വൺ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് പിന്നെ നമുക്ക് ഒരു വൈറ്റ് ബോൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയായിട്ട് മാറും, 5/9 ആയിട്ട് മാറും. അതായത് ടോട്ടൽ 10ൽ നിന്ന് നമ്മൾ ഒരെണ്ണം എടുത്തു, അപ്പോൾ അവിടെ ആ ഒരു ടോട്ടൽ 10 മാറി 9 ആകും. അതുപോലെ തന്നെ ടോട്ടൽ 6 വൈറ്റ് ബോൾ ഉള്ളതിൽ 1 ലെസ് ചെയ്യുമ്പോഴത്തേക്ക് എത്രയായി മാറും, 5 ആയിട്ട് മാറും. സോ സെക്കൻഡ് റോയിൽ നമ്മൾ വൈറ്റ് ബോൾ എടുക്കാനുള്ള പ്രോബബിലിറ്റി അപ്പോൾ എത്രയായി, 5/9 ആയി. അപ്പോൾ നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാം സെക്കൻഡ് ട്രയലിൽ എടുത്തപ്പോഴത്തേക്ക് അത് ഫസ്റ്റ് റിസൾട്ടിനെ എഫക്റ്റ് ചെയ്തു. സോ ഇറ്റ് ഈസ് കോൾഡ് ഡിപ്പെൻഡൻറ്റ് ഇവൻറ്റ്സ്. എക്സോസ്റ്റീവ് ഇവൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് ഇവൻറ്റ്സ് ഇസ് സെറ്റ് ടു ബി എക്സോസ്റ്റീവ് വെൻ ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ പോസിബിൾ ഔട്ട്കംസ് ഓഫ് ദി റാൻഡം എക്സ്പെരിമെൻറ്റ്. അതായത് നമ്മളിപ്പോൾ ഒരു ഡൈ എറിയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഔട്ട്കം 1 2 3 4 5 6 ഇത്ര ഔട്ട്കംസ് ഉണ്ട്. ഇത് ടുഗെദർ ഈ 6 ഔട്ട്കംസും കൂടെ ചേർത്ത് നമ്മൾ അതിനെ എന്തെന്ന് പറയും, എക്സോസ്റ്റീവ് ഇവൻറ്റ്സ് എന്ന് പറയും. ദെൻ ലാസ്റ്റ് വൺ കോംപ്ലിമെൻ്ററി ഇവൻറ്റ് എന്ന് പറയുമ്പോൾ എ എന്ന് പറയുന്ന ഒരു ഇവൻ്റ് ഉണ്ട്, എ ഡസ് നോട്ട് ഒക്കർ എന്ന് പറയുന്ന വേറൊരു ഇവൻ്റ് ഉണ്ട്. സോ ഈ 2 ഇവൻറ്റ്സിനെയാണ് നമ്മൾ കോംപ്ലിമെൻ്ററി ഇവൻറ്റ്സ് എന്ന് പറയുന്നത്. ഇതിൽ എ ഡസ് നോട്ട് ഒക്കർ എന്ന് പറയുന്ന ഇവൻറ്റിനെ നമ്മൾ AC എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സി നമ്മൾ സൂപ്പർസ്ക്രിപ്റ്റ് പോലെയാണ് എഴുതുന്നത്. സോ ഇവിടെ P of AC is equal to 1 - P of A എന്ന ഇക്വേഷൻ വെച്ചിട്ട് നമുക്കതിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതായത് നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഗെറ്റിംഗ് ഹെഡ് ആൻഡ് ഗെറ്റിംഗ് ടെയിൽ ആർ കോംപ്ലിമെൻ്ററി ഇവൻറ്റ്സ്.